സീറോ മലബാർ സഭയുടെ സെനഡിന് തുടക്കം കുറിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പുമാർ തട്ടിയലിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളോടൊപ്പം സഭയുണ്ടാവും എന്ന തട്ടിലിൻ്റെ ഉറപ്പ്. ആ കാര്യത്തിൽ ഞാൻ തട്ടിലിനോട് ചോദിക്കുകയാണ്, തട്ടിലെ താങ്കൾക്കിത് പറയാൻ നാണമില്ല? ഛത്തീസ്ഗഡിലും മറ്റ് സ്ഥലങ്ങളിലും 1, 2 അല്ലെങ്കിൽ 8, 10 ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് തട്ടിൽ ഈ പ്രസ്താവന ഇറക്കിയത്. എന്നാൽ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 5,50,000 വരുന്ന വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നത് ഈ കന്യാസ്ത്രീകളുടെയും മറ്റും പീഡനത്തെക്കാൾ എത്രയോ ഇരട്ടി അധികമാണ്. കാരണം അവർക്ക് പുറമെ തടവും ആക്ഷേപവും ഒക്കെയാണ് കിട്ടുന്നത്. എന്നാൽ സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ആത്മമരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം അവർ പല പ്രാവശ്യം മരിക്കുന്നു. ഇത് എന്തൊരു കൊടിയ പീഡനമാണ്! ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വെള്ളലോഹധാരികളിൽ നിന്നും ആണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ആണ് ഏറ്റവും വലിയ പീഡനം. പറയാനാവാത്ത തരത്തിലുള്ള കഠിന പീഡനം. ആത്മനാശം വരുന്നു. വിശ്വാസികൾക്ക് ലഭിക്കേണ്ട അതും അർഹമായതുമായ സഭയുടെ കൂദാശ കിട്ടാതെ ആത്മനാശം സംഭവിക്കുന്ന അനേകായിരങ്ങൾ. അവരുടെ നിലവിളിയും കണ്ണീരും ഈ മൗണ്ടിന് മുമ്പിലേക്കുള്ള പദയാത്രയും കുരിശിൻ്റെ വഴിയും എല്ലാ സഹനങ്ങളും പീഡകളും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് വണ്ടിയിൽ കൊച്ചി മുഴുവനും കരയ്ക്ക് വെള്ളം കൊടുക്കാതെ നടത്തുന്നത്, ഇതെല്ലാം കൊടിയ പീഡനമല്ലേ? ഇതെല്ലാം താങ്കളുടെ വികാരി പാമ്പ്ലാന് ചെയ്തിട്ട് താങ്കൾ എന്ത് നീതിയാണ് അവർക്ക് കൊടുത്തത്? ആദ്യം അത് പരിഹരിക്കുക, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ സെനഡിലെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കണം.